ഹലോ ഗേയ്സ്, അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണോ? ഇപ്പോൾ സമയം 11:17 ആയിട്ടുണ്ട്. മിനിഞ്ഞാന്ന് ഉമ്മ ഇവിടുത്തേക്ക് എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ കുഴപ്പമൊന്നുമില്ല, തലക്ക് പ്രശ്നമൊന്നും വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തക്കുറവുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 1 മന്ത് ടാബ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ വന്ന് നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു. നാത്തൂന് വീട്ടിലേക്കൊന്നും കയറാൻ നിന്നിട്ടില്ല, പെട്ടെന്ന് പോകണം, ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞപ്പോൾ കേട്ടില്ല. വീട്ടിലേക്ക് പെട്ടെന്ന് പോവേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് നാത്തൂൻ കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് പോയി. ഇന്നലെ ഞങ്ങൾ ഒറൈസ് പോയി ലോഡ് ഫ്രൈസൊക്കെ കഴിച്ച് വീട്ടിലേക്ക് മടങ്ങി എന്നല്ല പറഞ്ഞത്. നല്ല വൈകിട്ട് നല്ല മഴ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ വന്ന് ഫ്രഷായി മഗ്‌രിബും ഇശാ ഒക്കെ കഴിഞ്ഞ് ഇക്ക ഒരു 8:30 ആയപ്പോഴേക്ക് വന്നിട്ട് സപ്പറൊക്കെ കഴിച്ച് മോള് അവൽ മിൽക്ക് ഉണ്ടാക്കിയിട്ട് അത് കഴിച്ച് ഇന്നലെ ഇക്ക വന്നപ്പോൾ വലിയ ഉള്ളി അങ്ങനെ പപ്പടം ഇതൊക്കെ കൊണ്ടുവന്നത്. അത് സപ്പർ കഴിഞ്ഞ് പപ്പായ പഴുത്തതുണ്ടായിരുന്നു, അത് കഴിച്ച് ബ്രഷ് ചെയ്ത് കുറച്ച് നേരം ഫോണുമ്മലിരുന്ന് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് ഉറങ്ങി. ഇന്നലെ ഇക്കൊക്കെ നല്ല ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു, വയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു. ഇന്ന് കുഴപ്പമൊന്നുമില്ല. ഇന്ന് കാലത്ത് കിച്ചണിൽ കയറിയിട്ട് ചോറുണ്ടാക്കി. ഇന്ന് ബീഫാണ്, വെള്ളിയാഴ്ച അല്ലേ. അപ്പം ബീഫ് ഇക്ക രാവിലെ തന്നെ പോയിട്ട് കൊണ്ടുവന്ന് ഇക്കന്നെ അത് കട്ട് ചെയ്തു. ഉമ്മ ചെറിയ ഉള്ളിയും വെള്ളുള്ളി ഇഞ്ചിയൊക്കെ തൊലിച്ചു തന്നു. ഞാൻ വലിയ ഉള്ളിയും ബാക്കിയുള്ളതൊക്കെ അരിഞ്ഞ് ചിക്കൻ കറി ഉണ്ടാക്കി. ഇന്ന് പുട്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടും ബീഫ് കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. ലഞ്ചിന് ബ്രേക്ക്ഫാസ്റ്റും വഴുതനങ്ങയും പപ്പടും ബീഫ് കറിയും ഇതൊക്കെയാണ്. അങ്ങനെ കിച്ചണ് ക്ലീനാക്കി, പാത്രങ്ങളൊക്കെ കഴുകി ഒതുക്കി പുതിയ വീട്ടിൽ വന്ന് വീട് ക്ലീനാക്കി. അലക്കാനുള്ളതൊക്കെ വാഷിംഗ് മെഷീനിൽ ഇന്നലെ അലക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഇന്നലത്തെ ഡ്രസ്സ് അതും അലക്കി, രണ്ടാമത് അലക്കാനിട്ടിട്ടുണ്ട്. പുറത്തിരിക്കുന്ന ഫുൾ ഓപ്ഷൻ പ്രയർ ഡ്രസ്സ് പുതിയതാണ്. ഒന്ന് വൈറ്റ് ഉണ്ടതും മറ്റേത് മോളതുമാണ്. അപ്പോൾ ഈ പ്രയർ ഡ്രസ്സ് നമുക്ക് എപ്പോഴും വൈറ്റ് ഉപയോഗിക്കാനാണ് നല്ലത്. നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും വൈറ്റ് ഡ്രസ്സായിരിക്കും ഉചിതം. കാണാൻ ഭംഗി, കളറും പ്രിൻറ്റിലൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ പ്രയർ ഡ്രസ്സാണെങ്കിലും വൈറ്റാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് ഞാനിനി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴുകിയിട്ടതാണ്. ഇങ്ങനെയുള്ളൊരു പ്രയർ ഡ്രസ്സാകുമ്പോൾ നമുക്ക് ഇനി ട്രാവലിൻ്റെ ആവശ്യത്തിനൊക്കെ അത് യൂസ് ചെയ്യുക. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും യൂസ് ചെയ്യുക. നല്ലൊരു ക്ലോത്താണ്, പെട്ടെന്ന് അഴുക്കൊക്കെ പെട്ടെന്ന് പോവും. അപ്പോൾ മോളത് മേടിച്ചിട്ട് കുറച്ചധികമായി, അവൾ യൂസ് ചെയ്യാറുണ്ട്. എൻ്റെത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇതാണ് എൻ്റെ ഫുൾ ഓപ്ഷൻ പ്രയർ ഡ്രസ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൽ കാണുന്ന ഈ ഒരു നെറ്റ് ഷോള് മോളെ ഷോളാണ്. മോള് ഈ ഫ്രോക്കിൽക്കോ ചോളിക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. ഇപ്പോൾ അത് യൂസ് ചെയ്യാറില്ല. ഇന്നത്തെ വിശേഷങ്ങളെന്ന് പറയാൻ, ഇത് ഡിസംബർ മാസമാണ്. എനിക്ക് വളരെ വിലപ്പെട്ട ഒരു മാസമാണ്. ഈ മാസത്തിലെ ഓരോ സമയവും എനിക്ക് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അത് ഞാൻ ഒട്ടും കളയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും കുറച്ച് നേരം വീഡിയോ ചെയ്യാം എന്നൊക്കെ കരുതിയിട്ട് ഇരിക്കുന്നതാണ്. നമ്മൾ എന്നും ഒരാളോട് സംസാരിക്കാനുള്ളൊരു ഓപ്ഷൻ നമുക്ക് കിട്ടില്ലല്ലോ. അപ്പോൾ ഓരോ ദിവസത്തെ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുക, ആരോടെങ്കിലും പറയുക ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിനൊരു റിലാക്സേഷനാണ്. മൈൻഡ് എപ്പോഴും ഫ്രീ ആയിട്ടിരിക്കും. ആദ്യമൊന്നും ഞാൻ പൊതുവേ ഒരു കാര്യം ആരോടും പറയൂല, ഒക്കെ മൈൻഡിൽ വെച്ചിരിക്കും.
ആരോടും പകയുമില്ല, ദേഷ്യവുമില്ല, അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഓരോ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, അതൊന്നും തുറന്നു വല്ലാതെ ഞാൻ ആരോടും പറയാറില്ല. അപ്പോൾ എനിക്കിപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയുന്നൊരു പ്ലാറ്റ്ഫോമാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. എല്ലാ കാര്യവും എന്ന് വെച്ചാൽ 50% കാര്യങ്ങൾ ഇതിൽ പറയുന്നുള്ളൂ. സീക്രട്ട് കാര്യങ്ങൾ, ക്ലയൻസിൻ്റെ സീക്രട്ട് കാര്യങ്ങൾ, ഇതൊന്നും ഞാൻ ആരുടെടുത്തും പറയാറില്ല. കഴിഞ്ഞ രാത്രിയിൽ കുറേ വർക്ക് ഉണ്ടായിരുന്നു. എൻ്റെ ക്ലയൻസിൻ്റെ ഡാറ്റയൊക്കെ ഹോൾ ചെയ്ത് ഫയലിൽ സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ആ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാണ് ഫയൽ. എനിക്ക് വന്ന ക്ലയൻസിൻ്റെ എല്ലാ ഡാറ്റയും ഇതിൽ ഞാൻ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനെ ഹോൾ ചെയ്തിട്ട് ഇതിൽ സെറ്റാക്കണം, ആ ഒരു പണി ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ഉമ്മൻ്റെ കൂടെ ജനതാ ബസാറിലേക്ക് പോയപ്പോൾ അവിടുന്ന് ഞാൻ ഹാപ്പിക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതാണിത്. 2 ബാത്റൂമുണ്ട്, അപ്പോൾ അതിൽ 2ലും ഓരോന്ന് വെക്കാമെന്ന് കരുതി മേടിച്ചതാണ്. പിന്നെ ഇതൊരു ലേഹ്യമാണ്, എന്താ ഇത്രീഫൽ ഉസ്തു ഖുദൂസ് എന്ന് പറഞ്ഞിട്ടൊരു യൂനാനി ലേഹ്യമാണ് ഇത്. ഇന്നലെ മേടിച്ചതാണ് അകാലനരൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ സിമ്മ്, പഴയൊരു സിമ്മ് പുതുക്കിയതാണ്, പുതുക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഇന്നലെ പുതുക്കി. പിന്നെ ഉമ്മ പറഞ്ഞു മോൾക്ക് എന്തെങ്കിലും മേടിച്ചോ, അവൾക്ക് ഇഷ്ടമുള്ളത് എന്താ വെച്ചാൽ മേടിച്ചോ. അവൾക്ക് കാര്യമായിട്ട് ഇഷ്ടമുള്ളത് ന്യൂഡിൽസാണ്. പിന്നെ ഞാൻ ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നല്ലതായിരിക്കും എന്ന് കരുതിയിട്ട് ഈ ഒരു പാക്ക് മേടിച്ചു. ചിക്കൻ നൂഡിൽസാണ്. പിന്നെ സീതപ്പഴം, എൻ്റെ ഫേവറേറ്റ് പഴം, അത് പൊമഗ്രനേറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞ ദിവസം മോള് മേടിച്ച വാട്ടർ കളറാണ്, അവൾക്ക് കളർ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് മിഞ്ഞാന്ന് എനിക്ക് കൊണ്ടുവന്ന ഫാബ്രിക് പെയിൻ്റാണ്. ഇതിലൊരു 6 പീസ് ഉണ്ട്. ഇത് വെച്ചിട്ട് തന്നെ പല കളറും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മാഷാ അല്ലാഹ്, മോളിങ്ങനെ കളറിങ്ങും ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ഒക്കെ ആയതുകൊണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും വീട്ടിൽ മേടിച്ച് വെക്കേണ്ടി വരും. പിന്നെ കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് അതും മേടിച്ചു. പിന്നെ ഇന്നലെ ഒറൈസിൽ പോയിട്ട് ലോഡ് ഫ്രൈസ് കഴിച്ചതിൻ്റെ ബില്ലാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ഒരു രീതി ഞാൻ അതിലൂടെ പഠിച്ചു. ഇത് മോളെ പഴയൊരു വാച്ചാണ്. ഇത് എൻ്റെ സിസ്റ്റർ എനിക്ക് തന്നിരുന്നൊരു പഴയ വാച്ചാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പറയാനുള്ളൂ. കൂടുതൽ വിശേഷങ്ങളുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ വരാം. ബൈ. അസ്സലാമു അലൈക്കും.